എനിക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോകാനുണ്ട്. കോൺഗ്രസിന്റെ ഒരു ലാഭമായി മാറുമോ സന്ദീപ്? ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, പാലക്കാടിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളുമല്ല. അതൊക്കെ എല്ലാവരും വന്നോ? എല്ലാവരോടും കൂടി ഒന്നിച്ച് പറയാം. ഇനി ഈ സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കട തുറക്കാനായിട്ട് പോയി. വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തില് അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ. അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. ഒരു 3000-4000 എണ്ണത്തിന് കഴുത്തിൽ ടയറിട്ട് തീ കൊടുത്ത് ചുട്ടുകൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ, ചുമന്ന് നടക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. സിപിഐഎമ്മിനോ ഇടതുപക്ഷത്തിനോ വർഗീയതയുടെ കാര്യത്തിൽ ഒരിഞ്ച് അണുവിട വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. കോൺഗ്രസ് കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പച്ചക്കൊടി കണ്ട് പ്രസംഗിക്കാതെ തിരിച്ചുപോയ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിക്ക്, മറ്റേ പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല ഒരു അസറ്റായിരിക്കും ഇദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ നമ്മൾ സഖാവായി മാറുന്ന മോശം പറയുന്ന ഒരാളല്ലല്ലോ. ബാലേട്ടൻ ആരെക്കുറിച്ചെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം അതെ ആയി എന്നല്ല പറഞ്ഞത്, കേക്കോ, ആയി എന്നല്ല പറഞ്ഞത്. ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെക്കുറിച്ചും ശ്രീ വി ഡി സതീശൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടിയിൽ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ കേക്കോ, ആര് പറഞ്ഞു? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേക്കോ, നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്? വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ അദ്ദേഹം ആ നിലപാട് തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ആ തരത്തിൽ ഔദ്യോഗികമായൊരു ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ ബിജെപി ആയിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണല്ലോ പറഞ്ഞത്. ആ വൈകാരികമായിട്ട് പറഞ്ഞ അമ്മയുടെ ശവസംസ്കാരത്തിന് വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോ ബാലേട്ടൻ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനപ്പുറം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസിന് മുരളീധരൻ പറയുന്നത് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നത് കൊള്ളാം, പക്ഷെ വെറുപ്പിന്റെ കടയിലേക്ക് തിരിച്ചു പോലെ ഒരു അവിശ്വാസം കോൺഗ്രസിലും ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു നേതാവാണോ? അവര് ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരില്ലേ? കെ മുരളീധരന് ഈ ബിജെപിക്ക് വേണ്ടി കാലുവാരിയതാണ് അദ്ദേഹത്തെ. കെ മുരളീധരനെ ബിജെപിക്ക് വേണ്ടി കാലുവാരി തോൽപ്പിച്ചവരാണ് ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ സ്വന്തം പാർട്ടിയിലെടുത്തിട്ടുള്ളത്. ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനാണ്. ഞങ്ങൾ അത് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളത് ചിന്തിച്ചിട്ടേ ഇല്ല. സന്ദീപ് വാര്യർ പറയുന്നത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്കാണ് വരുന്നതെങ്കിൽ സ്വീകരിക്കുമായിരുന്നില്ലേ? ആ നിലപാട് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചില്ലല്ലോ. ഞങ്ങൾ അതാണ് പറഞ്ഞത്. ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയത് വർഗീയതയെ പരസ്യമായി തള്ളിപ്പറയണം. എന്തെല്ലാം പ്രസ്താവനകളാണ് ഓർക്കുന്നില്ലേ? കാശ്മീരിലുള്ള ആളുകളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടണം എന്ന പ്രസ്താവന, അതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന പ്രസ്താവന, അതുപോലെ ഇതുപോലുള്ള ധാരാളം വിദ്വേഷ പ്രസ്താവനകളില്ലേ. കേരളത്തിൽ വിദ്വേഷ പ്രസ്താവനയ്ക്ക് ഒരു പുരസ്കാരം കിട്ടിയാൽ അതിന് ഒരു ശശികല ടീച്ചറെ പോലും രണ്ടാമതാക്കും. അങ്ങനെ ഉള്ള ഒരാളെയാണ് ഇപ്പോ കൊണ്ടു നടന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതാ,
പച്ചക്കൊടി കണ്ടതിന്റെ പേരിൽ പ്രസംഗിക്കാതെ പോയ പ്രിയങ്ക ഗാന്ധിക്കുണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിക്ക് അവരുടെ പാർട്ടിയിൽ ചേരാൻ പറ്റിയ ഒരാളാണ്. നല്ലൊരു അലങ്കാരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, 10% വോട്ടാണ് പോൾ ചെയ്യാതെ പോയത് വയനാട്ടിൽ. അതിനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെടാതെ പോകും. കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ ഒന്നുകിൽ ഇവിടെ LDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൽ മനമെടുത്ത് ഇനി LDF വോട്ട് ചെയ്യാൻ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും വിദ്വേഷ പ്രചാരകനായ ഒരാളെ കുറിച്ചാണ് നല്ല മനുഷ്യൻ എന്നുള്ള അഭിപ്രായം പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മള് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം നാളെ അങ്ങനെ ആകും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത്രയും വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ ഞങ്ങൾ എടുത്തില്ലല്ലോ. എടുത്തവരോട് പോയി ചോദിച്ചു. നോക്കൂ, അല്ല, ഇത്രയും ഈ ഭാഷയിലായിരുന്നില്ലല്ലോ അതെ ഇത്രയും വിദ്വേഷ പ്രചാരം നടത്തിയ ആളെ തലയിൽ ചുമന്ന് കൊണ്ടു നടക്കുന്നവരെ വെളുപ്പിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ വെളുപ്പിക്കാൻ പറ്റില്ല.